അതോടൊപ്പം തന്നെ കൽപ്പതരു ദിന ആശംസകൾ. ശ്രീരാമചന്ദ്രദേവൻ തൻ്റെ അവതാരം പൂർത്തീകരിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട സമയമായപ്പോൾ അദ്ദേഹം സരയൂ നദിയിൽ ഇറങ്ങി നിന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് വരാനുള്ളവരൊക്കെ വന്നോളൂ. ഇപ്പോൾ സരയൂവിൽ എൻ്റെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട, ടിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ കൂടെ ഈ സരയൂവിലേക്ക് നിങ്ങൾ മുങ്ങാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള വിമാനം ഞാൻ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ശ്രീരാമചന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര്, അദ്ദേഹത്തെ സേവിച്ച് നിന്നവരെല്ലാം, ഹനുമാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ വരുന്നില്ല, ഞാനിവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല. മറ്റെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒപ്പം വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് ഒരു കഥ പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എന്തെന്നില്ലാത്ത ക്യാൻസർ രോഗം പിടിപെട്ടു തൊണ്ടയിൽ. എന്താ വെച്ചാൽ ഏത് സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭജന പാടിക്കൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും, ദേവീഭാവത്തിലേക്ക് ഇങ്ങനെ സമാധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴെല്ലാം എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ഭാരം തൊണ്ടയിൽ വന്ന് അദ്ദേഹത്തിന് ക്യാൻസർ പിടിക്കുകയാണ്. അന്ന് ക്യാൻസറിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല, ചില ഹോമിയോപ്പതിയൊക്കെ കൊടുത്ത് പലരും അദ്ദേഹത്തിനെ ചികിത്സിച്ച് വന്നിരുന്നു, എന്നല്ലാതെ അതുകൊണ്ടൊരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു വേദനയോ ഒരു അസുഖമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കുമുള്ള വിഷമമല്ലാതെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ അദ്ദേഹം എപ്പോഴും ഭാവസമാധിയിലായിരുന്നു. അതുകൊണ്ട് അസുഖം വന്നാലും വന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മനസ്സിനെ അദ്ദേഹം വേർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ശരീരം അദ്ദേഹത്തിന് വെറും ഒരു ഉപാധി മാത്രമായിരുന്നു, ഈ ജീവിതം കഴിച്ചു കൂട്ടാനുള്ള ഒരു ഉപാധി. ഏതൊരു അവതാര കാര്യത്തിന് വന്നുവോ അത് കഴിഞ്ഞു, തിരിച്ചു പോകാണ്ടായി. വിവേകാനന്ദ സ്വാമിയെ എല്ലാവരുടെയും നേതാവായിട്ട് അവരോധിച്ചു. നരൻ വിൽ ലീഡ് യു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, ഇനി നരേന്ദ്രനാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം മനസ്സിനെ അതിൽ നിന്നെല്ലാം വിട്ടെടുത്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ സൂക്കേട് പിടിച്ച് ദക്ഷിണേശ്വരത്തിൽ നിന്ന് കാസിപ്പൂർ എന്നുള്ള ഒരു പ്രത്യേക കെട്ടിടത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയുണ്ടായി. എന്നുവെച്ചാൽ അമ്പലത്തിൽ വരാനും വിഷമമൊക്കെ അല്ലേ വിചാരിച്ചിട്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജനുവരി 1-ാം തീയതി കുറച്ച് നേരത്തേക്ക് ശിഷ്യന്മാരാരും അടുത്തുണ്ടായിരുന്നില്ല. അവരൊക്കെ താഴെ നിന്ന് ഇറങ്ങി എന്തോ കാര്യങ്ങൾ ചെയ്യായിരുന്നു മുറ്റത്ത് നിന്നുകൊണ്ട്. അതുവരെ യാതൊരു ബോധമില്ലാതെ ഒരു വെളിവില്ലാതെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അവരെ എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ഞാൻ എൻ്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്ന് അവരെ എല്ലാവരെയും ഒരു മാസ് ബ്ലെസ്സിങ് കൊടുക്കുകയുണ്ടായി. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കും ശ്രീരാമകൃഷ്ണദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് യോഗികളായ നിങ്ങളോട് ഞാൻ പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നു. കണ്ണിക്കണ്ട കാര്യങ്ങൾക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദിവ്യത്വത്തിനെ അറിയാനും അതിനെ ബഹിരാവിഷ്കരിക്കാനുമുള്ള സന്ദർഭങ്ങളും സൗകര്യങ്ങളും ലഭിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. മറ്റുള്ളവരെല്ലാം വിഷ് യു ഹാപ്പി പ്രോസ്പെറസ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മളിത് പറയാൻ സാധിക്കും, നിങ്ങളുടെ ആത്മീയ ജീവിതം കൂടുതൽ സമ്പുഷ്ടമാകട്ടെ, കൂടുതൽ സന്തോഷപൂർവമാകട്ടെ. എന്നുവെച്ചാൽ ആത്മീയ ജീവിതം സമ്പുഷ്ടമാകുന്നതോടുകൂടി മറ്റെല്ലാം സമ്പുഷ്ടമാകും. അതാണ് അതിനുള്ള ഒരു മെച്ചം. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് എത്രത്തോളം സമ്പുഷ്ടത കൊണ്ടുവരാൻ സാധിക്കുമോ അത്രയും നമുക്ക് ബാഹ്യമായിട്ടുള്ളതിനോടുള്ള രുചി കുറഞ്ഞു വരും. അപ്പോൾ ബാഹ്യമായിട്ടുള്ളതിൽ കടന്നിങ്ങനെ ചുറ്റുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എനിക്ക് ആ പൊസിഷൻ കിട്ടിയില്ല, എനിക്ക് ആ പ്രൊമോഷൻ കിട്ടിയില്ല, എനിക്ക് ലോട്ടറി കിട്ടിയില്ല, ഇങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ മനസ്സിൽ വരിക ഈ ബാഹ്യമായിട്ട് കിടന്ന് നമ്മൾ ചുറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ കുറച്ചൊന്ന് ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് ഭഗവാന് സാധിക്കുമാറാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള പ്രാർത്ഥന
ഭഗവാൻ കാണിച്ച വഴിയിൽ കൂടി ബാഹ്യമായിട്ടുള്ളതല്ല പ്രാധാന്യം, അതെല്ലാം മൃതമായിട്ടുള്ളതാണ്, ഇന്ന് വന്ന് നാളെ പോകുന്നതാണ്. ശ്രീ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന മാതിരി അതൊക്കെ ഇന്നുണ്ട്, നാളെ ഇല്ല. പക്ഷേ മരിക്കാതെയും ശാശ്വതമായിട്ട് നമ്മുടെ ജീവൻ്റെ പരിണാമോന്നതിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ശക്തി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുമുണ്ട്, യാതൊരു സംശയവുമില്ല അതിനെ കൂടുതൽ മുറുകെ പിടിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇന്ന്. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവരോട് നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ചെറിയ നാമം ചൊല്ലിയിട്ട് നമുക്ക് അത് നിർത്താം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. അവതാരവരിഷ്ഠൻ എന്നാണ് ശ്രീ രാമകൃഷ്ണദേവ് വിവേകാനന്ദ സ്വാമി പ്രത്യേകിപ്പിക്കുന്നത്. കാരണം മറ്റ് ലോകത്തിലുള്ള എല്ലാ അവതാരങ്ങളും വന്നത് ഒരു പ്രത്യേക മാർഗത്തിൽ കൂടി ചലിക്കൂ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നതാണ്. ഭഗവാൻ അങ്ങനെയല്ല, വിശ്വം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ദൈവീക ശക്തി ഒന്നെന്നറിഞ്ഞ് എല്ലാ മാർഗത്തിൽ കൂടി, ഏത് മാർഗത്തിൽ കൂടി നിങ്ങൾ പോവുകയാണെങ്കിലും അത് നിങ്ങളെ അവസാനം കൊണ്ടു ചെന്നെത്തിക്കുന്നത് ആ പരമപദത്തിലേക്കായിരിക്കും എന്ന് കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ വിവേകാനന്ദ സ്വാമി പറയും, ഇപ്പോൾ ശ്രീരാമനെ പറ്റി ധ്യാനിക്കാനോ ശ്രീകൃഷ്ണനെ പറ്റി ധ്യാനിക്കാനോ നമുക്ക് എന്ത് കിരീടമായിരുന്നു, അവർ ഏത് പട്ടുസാരിയാണ് അവർ പതിച്ചിരുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ മനസ്സിൽ വന്നു വരും. ശ്രീരാമനെ ശ്രീകൃഷ്ണനെയൊക്കെ നോക്കുന്ന സമയത്ത് അതൊന്നുമില്ല. ഒരൊറ്റ ചെറിയൊരു മുണ്ടെടുത്തിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ പാട്ടും പാടി ദേവിയിൽ എന്നെ ഇങ്ങനെ നിമഗ്നനായിട്ട് ഇങ്ങനെ ചുറ്റി ആ ദക്ഷിണേശ്വരത്തെ അങ്ങനെ ഒരു പരിഭാവന സ്ഥലമാക്കി ചെയ്ത ആ ഭഗവാനെ പറ്റി ധ്യാനിക്കാൻ ഒരു വിഷമവും. വെറും ഒരു സാധാരണ വ്യക്തിയായിട്ട് നമുക്ക് നമ്മുടെ അച്ഛനെയും മുത്തച്ഛൻ്റെയൊക്കെ വല്ല പടങ്ങളുണ്ടൊക്കെ ധ്യാനിക്കുന്ന മാതിരി ആ മുഖത്ത് ശ്രീരാമകൃഷ്ണൻ്റെ മുഖം വെച്ചാൽ മതി. ധ്യാനിക്കാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എത്ര മതങ്ങളുണ്ട് അത്രയും മാർഗങ്ങൾ എന്നോ പഠിപ്പിച്ച ശ്രീരാമകൃഷ്ണൻ ഏത് വഴിക്ക് നിങ്ങൾ പോയാലും, ഇപ്പോൾ നിങ്ങളൊരു ബാങ്ക് മാനേജറാണോ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ അതിലേക്ക് ആ ഭാവം കൊണ്ടുവരിക. നമ്മളൊരു ഗൃഹിണിയാണോ, നമ്മളൊരു വക്കീലാണോ, നമ്മളൊരു എന്ത് തന്നെ നിങ്ങൾ ചെയ്തോളൂ. യത്കരോഷി യദശ്നാസി യജ്ജുഘോഷി ദദാസി യത്തപസ്സി കൗന്ദേയ തത്കുരുഷ്വ തദർപ്പണം എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞ മാതിരി നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്നൊന്നും മാറി നിൽക്കണ്ട. പക്ഷെ അതിലേക്ക് തൻ്റെ ആ ആത്മസ്വരൂപത്തിൻ്റെ ഒരു വെളിച്ചം പകരാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് എല്ലാവർക്കും ശ്രീരാമകൃഷ്ണദേവനിൽ കൂടിയും സ്വാമിജിയിൽ കൂടിയും എല്ലാം പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ന്യൂ ഇയറിൽ നമ്മുടെ ഈ വിവേക വിഭൂതി കുറച്ചും കൂടി ഒന്ന് വിപുലപ്പെടുത്തണമെന്ന് ഇന്നലെ ഇവിടെ നിശ്ചയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് എല്ലാവർക്കും ഓരോരോ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. പിറന്നാൾ വരുന്നുണ്ട്, കല്യാണങ്ങൾ വരുന്നുണ്ട്, അതേമാതിരി തന്നെ അച്ഛനമ്മമാരെ ഓർക്കുന്ന സ്മൃതി ദിനങ്ങൾ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ വളരെ അധികം എല്ലാവരോടും എല്ലാ ഗൃഹങ്ങളിലും നമ്മളറിയുന്നിടത്തെല്ലാം പോയിട്ട് ആ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആ നന്മയെ, ആ സുഖത്തെ, ആ സൗഭാഗ്യത്തെ നമ്മുടെ സമുദായവുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു സ്വഭാവം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അവരെയൊക്കെ ഒന്ന് ഉത്തേജിപ്പിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ടല്ല, അതിനെ നമുക്ക് എടുത്തിട്ട് കൂടുതൽ സമുദായത്തിലെ പാവപ്പെട്ടവരും അവശരായിരിക്കുന്നവരും ധീരരായുള്ളവർക്കുമായിട്ട് പങ്കുവെക്കാം എന്നുള്ള ഒരു പരിപാടി ഇന്നലെ ഇവരൊക്കെ കൂടി ഇരുന്ന് ആസൂത്രണം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതും മനസ്സിൽ വന്നു. അതും കൽപ്പതരുവിൻ്റെ ഭാവം തന്നെയാണ്, ഭഗവാൻ തന്നെയാണല്ലോ തോന്നിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതും നമ്മൾ കഴിയുന്ന നമുക്കറിയുന്ന വീടുകളിലും ബന്ധുക്കളുടെ അവിടെ എല്ലാവരും നിങ്ങളുടെ കുട്ടിയുടെ പിറന്നാളാണോ എന്തെങ്കിലും മാറ്റിവെക്കൂ. നിങ്ങളുടെ സൗഭാഗ്യം സമുദായവുമായിട്ട് പങ്കുവെക്കൂ. അവശരും ആലംബരുമായിട്ടുള്ളവരുമായിട്ട് നമ്മുടെ സൗഭാഗ്യം പങ്കുവെച്ചാൽ എന്തായി, അതിന് കൂടുതൽ ഒരു തെളിമ വരും. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വരും. അതാണ് കൽപ്പതരുവിൽ കൂടി നമുക്ക് നേടിയെടുക്കാനുള്ളത്. നമ്മുടെ മനസ്സിൽ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കുക. ആ കാഴ്ചപ്പാടിൽ കൂടി
മാധവസേവ മാനവസേവ, മാനവസേവ മാധവസേവ, നരസേവ നാരായണ സേവ, ജനസേവ ജനാർദ്ദന സേവ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് മറ്റൊന്നും ചെയ്യേണ്ട, അവർ യോഗ ചെയ്യേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു നല്ല ദിവസം വരുന്ന സമയത്ത് ഇത് ഞങ്ങൾക്ക് തന്നത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ, ആ അനുഗ്രഹം സമുദായത്തിൽ ഈ അനുഗ്രഹം കിട്ടാത്തവരുമായിട്ട് പങ്കുവെക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാനും അതിനെ നമ്മളുടെ വോളണ്ടിയേഴ്സ് പോയി കളക്ട് ചെയ്ത് നമുക്ക് ഓരോ വാർഡിലും വളരെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അവരിലേക്ക് ആ സഹായം എത്തിക്കാനും ശ്രമിക്കാം എന്നുള്ള ഒരു നിശ്ചയം നമുക്ക് ഇന്നത്തെ ദിവസം എടുക്കാം. അങ്ങനെ നമുക്ക് ഭഗവാന്റെ കൽപ്പതരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കാം. സർവേ